തിരുവനന്തപുരത്തെ F-35 യുദ്ധവിമാനം കഴിഞ്ഞ ഏകദേശം ഒരു 22-30 ദിവസത്തിനടുത്തായി, ഒരു മാസത്തിനടുത്തായി വിമാനം അവിടെ. ലോക്ഹീഡ് മാർട്ടിൻ്റെ ആളുകളും ബ്രിട്ടൻ്റെ സൈന്യവും ഒക്കെ വന്നിട്ട് ഇപ്പം തകൃതിയായിട്ട് വിമാനം നന്നാക്കി തിരിച്ചു കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ തമാശയായിട്ട് ഒരുപാട് ട്രോളുകളെ കുറിച്ച് സംസാരിച്ചു, ഒരുപാട് വിമാനത്തെക്കുറിച്ച് തന്നെ നമ്മൾ സംസാരിച്ചു. അതിവിടെ വന്നത് തിരിച്ചു പോകാൻ വേണ്ടിയാണെന്നല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ അതിനെ അഡ്വർടൈസ്മെൻറ്റിന് ഉപയോഗിച്ച കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്ട്രാറ്റജികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇപ്പോഴും ഈ വിമാനം ഇത്രയും ദിവസം ഇവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ ചങ്കിടിപ്പ് കൂടിയത് ലോക്ഹീഡ് മാർട്ടിൻ്റെ അധികൃതർക്കാണ്. കാരണം അവർ ലോകത്തിന് മുമ്പ് കാഴ്ചവെച്ച ഒരു വലിയൊരു യുദ്ധവിമാനം, 5ാം തലമുറ യുദ്ധവിമാനം, അതിന് സ്വാഭാവികമായിട്ടും വലിയ അപാകതകളുണ്ട്, നിർമ്മാണത്തിൽ അപാകതകളുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതിന് ഇത്രയും ആളുകൾ ശ്രമിച്ചിട്ടും അത് കൃത്യമായിട്ട് സർവീസ് ചെയ്തിട്ട് അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലൊക്കെ പല ചർച്ചകൾ വരുന്നു. പുതുതായിട്ട് ബുക്ക് ചെയ്ത പല ആളുകളും പല രാഷ്ട്രങ്ങളും അത് നമുക്ക് വേണോ എന്നൊരു മാറി ചിന്തിക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് വന്ന യുദ്ധവിമാനം അത് ഈ ലോക്ഹീഡ് മാർട്ടിൻ എന്ന കമ്പനിക്ക് ഒരു വലിയ നഷ്ടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും. കാര്യം ഇപ്പോൾ ഈ അമേരിക്ക, അതേപോലെ ബ്രിട്ടൻ, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള ഏതാനും ചില രാജ്യങ്ങൾ മാത്രമേ ഈ F-35 ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. നാറ്റോ സഖ്യത്തിലുള്ള കുറേ രാഷ്ട്രം. അതെ. പക്ഷേ അവരൊക്കെ ഇപ്പോൾ ഒരു പുനരാലോചനയ്ക്ക്, എന്തിനാ അമേരിക്ക പോലും, അമേരിക്കൻ കമ്പനിയാണ് ലോക്ഹീഡ് മാർട്ടിൻ, അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം പോലും ഈ കാര്യത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അവർ 45 യുദ്ധവിമാനം കണ്ട് ബുക്ക് ചെയ്തിട്ട് പിന്നെ അത് പുനരാലോചിക്കണം എന്നുള്ള കാരണം അവർ അമേരിക്കയ്ക്ക് അറിയാം കൃത്യമായി കാര്യം, അവരിത് കുറേ നാളായിട്ട് കൊണ്ടു നടക്കുന്നതാണ്, മര്യാദക്ക് പണിയെടുക്കാത്തൊരു വിമാനമാണെന്ന് അവർക്കറിയാം. പിന്നെ അതൊരു യഥാർത്ഥ യുദ്ധമുന്നണിയിൽ പ്രയോഗിക്കപ്പെട്ടത് മറ്റേ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലായി. കാര്യം ഈ മറ്റേ കെട്ടും മട്ടും മാത്രമേ ഉള്ളൂ, മെച്ചമൊന്നുമില്ല, ആളത്ര പോരാ എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ട്രംപ് ഒരു നിർദ്ദേശം കൊടുത്തത്, ഈ F-35 കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒന്ന് ചവിട്ടിപ്പിടിക്കാം എന്നുള്ളത്. അതിന് ഒരു കൃത്യമായൊരു കണക്കുണ്ട്. അതായത് ഈ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം കണക്കാക്കിയ ടാർജറ്റ്, അതായത് ഈ വിമാനം അതിൻ്റെ പ്രകടന മികവ് 75 മുതൽ 80% വരെ വേണമെന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കണക്കൂട്ടി വെച്ചിരുന്നത്. എന്നാൽ അവർ നോക്കിയപ്പോൾ ഇത് 51.5% മാത്രമേ ഇത് ഈ പ്രകടന മികവുള്ളൂ. പ്രതീക്ഷേൻ്റെ നേരെ ഒരു ശരാശരി ഒരു വിമാനം എന്താണ് ചെയ്യുന്നത് അത് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വിമാനം പിന്നോക്കം പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം, ഇതിൻ്റെ സ്പെയർ പാർട്സുകളൊന്നും യഥാസമയത്ത് കിട്ടുന്നില്ല, ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അതിഭീകരമാണ്, അതും ഒരു കാരണമായിട്ട് ഇവർ പറയുന്നു. പിന്നെ ഈ അവകാശപ്പെടുന്ന സംഗതികളൊക്കെ ഈ വിമാനം ചെയ്ത് കാണിക്കുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. അതായത് സ്റ്റെൽത്ത് കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും മികച്ച സംഗതി. അതായത് റഡാറിൽ പെടാതെ പോകുന്നു. എനിക്ക് തോന്നുന്നു അത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇതിൻ്റെ ഏക ഗുണം. പിന്നെ ഈ സാധാരണ യുദ്ധവിമാനങ്ങൾ ഒരു ഏറ്റുമുട്ടൽ ഘട്ടത്തിൽ ചെയ്യുന്ന അതേ പണി തന്നെ ഇതും ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഇത് അവകാശപ്പെടുന്നത് പോലെ ഈ കൃത്യതയും സൂക്ഷ്മതയൊന്നും കാര്യമായിട്ടില്ലാത്ത ഒരു വിമാനമാണ്. ഇപ്പോൾ ബ്രിട്ടൻ്റെ വിമാനമാണല്ലോ ഇവിടെ വന്ന് പെട്ടുകിടക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടനിലെ ഈ പ്രതിരോധ മന്ത്രാലയത്തിലെ ഇടപാടുകൾ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാച്ച് ഡോഗ്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു സംഘടന ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയേക്കുകയാണ്. ഈ പറയുന്ന F-35 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിന് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ പറയുന്നത് പോലെ ഈ വിമാനം അവർ 2016 48 എണ്ണം കിട്ടാനായിട്ട് ബുക്ക് ചെയ്തതാണ് ബ്രിട്ടീഷ് അധികൃതർ. പക്ഷേ ഇതുവരെ അവർക്ക് 38 എണ്ണമേ കിട്ടിയിട്ടുള്ളൂ. അതിലൊരെണ്ണം, അതായത് ഈ സമീപകാലത്ത് കൃത്യമായി പറഞ്ഞാൽ 2021 നവംബറിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു, തകർന്നു. ഇത്രയും പൈസ മുടക്കി മേടിച്ച വിമാനം ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഒരെണ്ണം തകർന്നു. 1000 കോടിക്കടുത്ത് മുടക്കിയിട്ട്. അതെ, ഒരെണ്ണം തകർന്നു. പിന്നെ അത് മാത്രമല്ല, ഇവർ ഒരു 27 എണ്ണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ലോക്ഹീഡ് മാർട്ടിനോട്. അതിൽ 12 എണ്ണം ഈ F-35 ബേസ് മോഡലാണ്. അതായത് സാധാരണ യുദ്ധവിമാനങ്ങളെ പോലെ സാധാരണ റൺവേ ഉപയോഗിക്കുക, അതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ മറ്റുള്ള സംഗതികളൊക്കെ ഇതിനുണ്ട്. അതായത് സ്റ്റെൽത്ത് കപ്പാസിറ്റി അതേപോലുള്ള സംഗതികളൊക്കെയുണ്ട്. പിന്നെ ഒരു 15 എണ്ണം 35B, ഇവിടെ ഇപ്പോൾ വന്ന് പെട്ടുകിടക്കുന്ന 35B ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ റൺവേ മതി, ഈ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത് പോലെ വേണമെങ്കിൽ വന്നിറങ്ങാം, അതേപോലെ വന്ന് പൊങ്ങുകയും ചെയ്യാം.
ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 15 എണ്ണം കൂടി അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോൾ ഇതെന്ന് കിട്ടും എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവർ ഈ പറയുന്ന F-35 പ്രകടന മികവ് അവരും ഒന്ന് നോക്കിയപ്പോൾ അവരും അസംതൃപ്തരാണ്. ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണ്. കാര്യം ഈ പറയുന്ന ഇത്രയും പൈസ മുടക്കി ഇത് വാങ്ങിച്ചിട്ട് അതൊരു അബദ്ധമായെന്ന് ചിന്തിക്കുന്ന കൂട്ടരാണ് ബ്രിട്ടനിലും ഉള്ളത്. അവരും പറയുന്നത് ഇതിൻ്റെ ഈ മെയിൻ്റനൻസ്, അത് പ്രത്യേകിച്ച് അതിൻ്റെ ഈ അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത്, അതും അതിൻ്റെ അപ്ഗ്രഡേഷൻ ഒന്നും കാര്യമായി നടക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് സ്പെയർ പാർട്സുകൾ കൃത്യസമയത്ത് കിട്ടുന്നില്ല. അറ്റകുറ്റപ്പണി, ഇപ്പോൾ ഇവിടെയും വന്ന് അതിൻ്റെ പ്രശ്നം അതാണ്, അറ്റകുറ്റപ്പണി നീണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ ചില സംഗതികൾ ഉള്ളത് കൊണ്ട് ഈ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയ വിമാനം ഒരു യുദ്ധമുഖത്ത് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിമാനമാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താ? അല്ല, ഇതിപ്പോൾ മറ്റൊന്നും കൂടി ആലോചിക്കാം. ഇതിപ്പോൾ ഇന്ത്യയിൽ വന്ന് ഇറങ്ങിയെന്ന് കരുതുക, ഇത് മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിലോ? ഇപ്പോൾ ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഈ ഇറാനിലോ ലിബിയയിലോ അങ്ങനെ സംഘർഷ സാധ്യത ഏറെ ഉള്ള, അല്ലെങ്കിൽ അത്തരം ഒരു അസ്ഥിരമായ ഭരണ സംവിധാനമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്താണ് പോയി, അല്ലെങ്കിൽ പോട്ടെ ഈ ബ്രിട്ടനുമായിട്ട് വലിയ സൗഹൃദമില്ലാത്ത ഒരു രാഷ്ട്രത്തിലാണെന്നെങ്കിലും കരുതുക, ഒരു അടിയന്തര സാഹചര്യത്തിൽ അവിടെ ഇറക്കേണ്ടി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തീർന്നു. 1000 കോടി പോയി. അവിടുത്തെ ഇപ്പൊ 1000 കോടി പോയി എന്ന് മാത്രമല്ല, ഇവരുടെ കുറെ സംവിധാനങ്ങൾ ഉണ്ടാവും അതിനകത്ത്. അതെ, അത് മറ്റവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, ഇപ്പൊ ഇവരിപ്പോ ഒളിച്ചും പാത്തും ഒക്കെ വെച്ചാണ് ഇതിന്റെ, ആരും കാണാതെ ആണ് ഇതിന്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രസകരം എന്തെന്നാൽ ഈ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് അതിൻ്റെ എഞ്ചിനീയർമാർ വന്ന് നോക്കിയിട്ട് ഇത് നടക്കില്ല എന്ന് കണ്ടിട്ട് അവർ തിരിച്ചുപോയി. പിന്നെ ഈ ലോക്ഹീഡ് മാർട്ടിൽ നിന്നുള്ള ആളുകളെയും കൂട്ടി ഇപ്പോൾ വന്നേക്കുന്നത്. ഇതിൻ്റെ 2 തകരാറുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറ്, പിന്നെ അതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു തകരാറ്. അപ്പോൾ ഇത് രണ്ടും അത്ര ചെറിയ പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ ഇതിവിടെ കഴിയേണ്ടി വന്നത്. അപ്പോൾ ഇത് ഇവര് മെക്കാനിക്ക് വന്നിട്ട് സർവീസ് തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസം? ഒരാഴ്ച. അതെ, അല്ല, ഇത് ഈ ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിക്ക് ഇനി ഉണ്ടാകുന്ന ഒരു അവമതിപ്പ് ചില്ലറയൊന്നും അല്ല ഇത് സംബന്ധിച്ച്. ഇപ്പോൾ ഈ F-35 വിമാനം, ഇപ്പോൾ ഇന്ത്യ F-35 വിമാനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രമാണ്. പാകിസ്ഥാനും F-35 വിമാനം വാങ്ങാൻ ആഗ്രഹിക്കുക. പക്ഷേ അവർ ചൈനയിൽ നിന്ന് ഏതാണ്ട് കരാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് F-35 വിമാനം തരാമെന്ന് ട്രംപ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ള പ്രതിരോധ വിദഗ്ധർ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കിയവർ നമുക്ക് കൃത്യമായ വാണിംഗ് തന്നിട്ടുണ്ട്. ഒരു കാരണവശാലും F-35 എടുത്ത് തലയിൽ വെക്കരുത്, എടുത്തു വെച്ചാൽ പണിയാണ്. ഇനി എന്തായാലും വാങ്ങാൻ സാധ്യതയില്ല. ഇല്ല, തീരെയില്ല. F-35 ഇനി പുതിയ ആരെങ്കിലും, ഇപ്പോൾ ഓൾറെഡി കരാർ എഴുതിയവർ ചിലപ്പോൾ വാങ്ങാൻ നിവൃത്തിയില്ലാണ്ടാവും. പക്ഷേ ഇനി വാങ്ങാനായിട്ട് സാധ്യതയുള്ള രാഷ്ട്രങ്ങൾ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു വെല്ലുവിളി ഏറ്റെടുത്ത് തലയിൽ വെക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, ഇന്ത്യ തദ്ദേശീയമായിട്ട് തന്നെ യുദ്ധവിമാനം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചൊരു വെല്ലുവിളിയുള്ളത്, പാകിസ്ഥാൻ അടുത്ത വർഷം ഈ ഡിസംബറോടുകൂടി ചൈനയിൽ നിന്ന് 5ാം തലമുറ വിമാനങ്ങൾ വാങ്ങും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ആ വിമാനം ഇല്ലാത്തതൊരു വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് ആ വിമാനങ്ങൾ കൂടിയേ തീരൂ. നമ്മളത് സ്വന്തമായി നിർമ്മിച്ചെടുക്കണമെങ്കിൽ ഇനിയും 10-12 വർഷം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇന്ത്യ അതുവരേക്കും ചിലപ്പോൾ റഷ്യയിൽ നിന്ന് സുഖോയ് 57 വാങ്ങാനാണ് സാധ്യത. അതിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.